ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ സവാള ഇട്ടിട്ട്. അപ്പോൾ വേഗം വഴഞ്ഞ് കിട്ടുന്നതായി. വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. ഇതൊക്കെ പൊടികൾ നന്നായിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല പൊടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതിലല്ലേ എന്താ ഈ നന്നായി കുറച്ചിട്ട് വേണം ഈ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു. ഞാൻ പറഞ്ഞുതരണ്ട, നിങ്ങൾക്ക് അറിയാം. അതുപോലെ മടിയാണ് ജോലി ചെയ്യാൻ, ഭയങ്കര മടി. അതുകൊണ്ട് ഇത് ലൈവ് ഇടണോ ഇടണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഉള്ളത്. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല മണം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്തിട്ട് കൊടുക്കണം? അപ്പോഴത്തേക്ക് നമ്മുടെ ഈ സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം. തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും വെളുത്തുള്ളി ചതച്ചിടുന്നതിനേക്കാൾ നല്ലത് മുഴുവനായിട്ടിരുന്ന ഇഷ്ടം. ഞാൻ ചതച്ചിടുന്നത് ഇഷ്ടമുള്ള. കൂടെ നമ്മളെ ചിക്കനും കൂടി ചേർത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് വെച്ച് ഇളക്കുക. നമ്മളിതിൽ ഉപ്പ് ചേർക്കണത്രേ. ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നേരത്തെ മറ്റേ സവാള ഇട്ട് കൊടുത്ത സവാളയിലിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഉപ്പ് നമ്മൾ ചേർക്കണം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇത് നല്ല റെഡിയായി പോയാലോ. ഇനി ഇതിൽ വെള്ളം ചേർക്കാതെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളിതിൽ ലേശം തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ.
എല്ലാം ഒരുമിച്ചിട്ടാക്കുക. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചെടുക്കാം. നമ്മളില്ലേ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരൂലേ, ആ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചിക്കൻ അതേ നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷേ എണ്ണ തെളിഞ്ഞ് വരാണ്ട് നമ്മൾ വെള്ളം ചേർക്കൂലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ, അതിനേക്കാളും ടേസ്റ്റാണ് എന്താ ഒന്ന് ഇതെല്ലാം ഏത് നമ്മളെ സംഭവം ഒന്ന് സെറ്റായി വരുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അങ്ങനെ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ അങ്ങനെ ചെയ്താലാണ്, ഇങ്ങനെ ആക്കിയാലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, മറ്റേ ചിക്കൻ കറീനേക്കാളും. ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നമ്മളൊന്നും അറിഞ്ഞ് അറിഞ്ഞ് ചെയ്യുന്നവരില്ലല്ലോ, ഓരോന്ന് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇനി ഇത് സെറ്റായി വരട്ടെ ഗൈസ്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഉണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആദ്യം ഇത് മൂടി വെക്കാം കേട്ടോ സുഹൃത്തുക്കളെ. ഇതാ പിന്നെയും ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം നിറച്ച് നല്ലോണം വെള്ളം. അപ്പം നമ്മളതിന് വേറെ വെള്ളമൊന്നും ഒഴിക്കൂല കേട്ടോ. ഇതിൽ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ ഗൈസ്. അപ്പം ഇനി ഇത് ഫുള്ള് സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ. ഇനി കുറച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ട്, ഇത് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വഴഞ്ഞിട്ട് ഫ്രൈ ആവട്ടെ. ഓക്കെ, നമ്മളുടെ കറി റെഡിയായി വന്നിരിക്കുന്നു, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ എന്തോ സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? സൂപ്പറല്ലേ? സൂപ്പർ തന്നെയാണ് കഴിക്കാനും. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ കുറേ കാടും പടലുകളും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്തെന്ന് ഒരു കലയും ഇല്ല ഇനിയെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഒരു സവാളയിൽ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? നല്ല ചിക്കൻ കറി സൂപ്പറല്ലേ?